ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ പോലീസ് വിവരശേഖരണം തുടങ്ങിയിരുന്നതായി കെ രമ പറയുന്നു. ശിക്ഷ ഇളവ് ചെയ്യുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വന്നു കണ്ടിരുന്നു. ചന്ദ്രശേഖരന്റെ അയൽവാസികളെയും ബന്ധുക്കളെയും പോലീസ് കണ്ടു. പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട താൻ ഉന്നയിച്ച ചോദ്യത്തിന് 6 മാസമായിട്ടും മറുപടി നൽകിയിട്ടില്ല. നിയമസഭയിലാണ് ചോദ്യം ചോദിച്ചതെന്നും കെ രമ. പ്രൈം ഡിബേറ്റിലായിരുന്നു കെ രമയുടെ ഈ മറുപടി. അതെ, അന്വേഷണം ആരംഭിച്ചു. അത് അന്വേഷണത്തിലുള്ള ശ്രമമല്ല നടന്നത്. അന്വേഷണം ആരംഭിച്ചു. എന്നോട് അന്വേഷിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സ്ഥലത്തുള്ള ദിവസം വന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവർ വിട്ടയച്ചാലുള്ള സ്ഥിതി എന്താണെന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ആക്കി പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും ചെറിയ നീക്കങ്ങളൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെയാണ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ തീരണം. എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഇതുപോലെയൊരു നീക്കത്തിലേക്ക് പോവുക, ഇതുപോലെയൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക? ഈ ലിസ്റ്റിൽ ഈ ടി.പി. കേസിലെ കൊടും ക്രിമിനലുകളായ ആളുകളെ, ഇരട്ട ജീവപര്യന്തരം ശിക്ഷിച്ച ആളുകളെ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു ജയിൽ സൂപ്രണ്ടിന് സാധിക്കുക? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കണം. ഇന്നലെ പ്രൈം ഡിബേറ്റിലായിരുന്നു കെ രമയുടെ പ്രതികരണം. എന്നാലും വലിയ ചർച്ചയായതാണ് ഇന്നലത്തെ ദിവസം ആ വാർത്ത. ഒരുപക്ഷേ സർക്കാർ വൃത്തങ്ങളും LDF-ഉം അതിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എങ്കിൽ പോലും ഈ കെ രമ പ്രതിപക്ഷമൊക്കെ അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു. ഇനി